ഒരു തലമുറയുടെ യുവത്വമായിരുന്നു MTV. 1980കളിൽ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവകരമായ ചാനൽ. സംഗീതത്തെ വെറും കേൾവി അനുഭവത്തിൽ നിന്ന് ദൃശ്യാനുഭവത്തിലേക്ക് ഉയർത്തിയെടുത്ത ആ മാന്ത്രിക പെട്ടി ലോകമെമ്പാടുമുള്ള മില്ലേനിയൻസിന്റെയും സംഗീതപ്രേമികളുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരധ്യായമായിരുന്നു. മൈക്കിൾ ജാക്സന്റെയും മഡോണയുടെയും വീഡിയോകൾ ടെലിവിഷൻ സ്ക്രീനിൽ ആദ്യമായി കാണിച്ച ചരിത്രം ഒരു ഓർമ്മയായി മാറുകയാണ്. 4 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനത്തിന് ശേഷം ബ്രിട്ടനിലെ MTV തങ്ങളുടെ 5 സംഗീത ചാനലുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുകയാണ്. MTV മ്യൂസിക്, MTV 80s, MTV 90s, ക്ലബ് MTV എന്നീ ചാനലുകളുടെ സംപ്രേഷണം 2025 ഡിസംബർ 31 ശേഷം നിലയ്ക്കും. നെറ്റ്വർക്കിന്റെ പ്രധാന ചാനലായ MTV HDയെ ഈ തീരുമാനം ബാധിക്കില്ലെങ്കിലും സംഗീതത്തിന്റെ മാത്രം പേരിൽ നിലനിന്നിരുന്ന ഈ ഉപചാനലുകളുടെ തിരോധാനം മാധ്യമലോകത്തും സംഗീത വ്യവസായത്തിലും ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ ചരിത്രപരമായ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒരു വലിയ കോർപ്പറേറ്റ് നീക്കത്തിന്റെയും പ്രേക്ഷകരുടെ മാറുന്ന അഭിരുചികളുടെയും കഥയാണിത്. മ്യൂസിക് ടെലിവിഷൻ എന്ന ആശയം തന്നെ ആദ്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് MTV രംഗപ്രവേശം ചെയ്തത്. 1981 വീഡിയോ കിൽഡ് ദ റേഡിയോ സ്റ്റാർ എന്ന ഗാനം സംപ്രേഷണം ചെയ്തുകൊണ്ട് അവർ ലോകത്തോട് പറഞ്ഞു, ഇനി സംഗീതം കേൾക്കുക മാത്രമല്ല കാണുക കൂടിയാണ്. സംഗീത ആൽബങ്ങളെ വിപണനം ചെയ്യുന്നതിൽ മ്യൂസിക് വീഡിയോകൾക്ക് നിർണായക സ്ഥാനം നേടിക്കൊടുത്തത് MTV ആണ്. പോപ്പ്, റോക്ക്, ഹിപ് ഹോപ്പ് തുടങ്ങിയ സംഗീത വിഭാഗങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. MTVയുടെ വിജയമാരും വളരെ പെട്ടെന്ന് തന്നെ സെലിബ്രിറ്റികളായി മാറി. ഈ പൈതൃകത്തിന്റെ ഭാഗമായിരുന്ന MTV VJ സിമോൺ ഏഞ്ചൽ BBC-യോട് തങ്ങളുടെ വിഷമം പങ്കുവച്ചത് ഈ വികാരത്തെ അടിവരയിടുന്നുണ്ട്. എനിക്ക് സങ്കടമുണ്ട്, അവിശ്വസനീയമായും തോന്നുന്നു. ഇത് വരാനിരിക്കുന്നതാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഇതെന്റെ ഹൃദയം തകർക്കുന്നു എന്നാണ് സിമോൺ ഏഞ്ചൽ പറഞ്ഞത്. നമ്മൾ കലാകാരന്മാരെ പിന്തുണയ്ക്കേണ്ടതുണ്ട്. എല്ലാവരും വീണ്ടും നൃത്തം ചെയ്യുകയും സംഗീതം കേൾക്കുകയും വേണം. നമ്മളിപ്പോൾ സ്വന്തം കുമിളകളിൽ ഓൺലൈനിലാണ് അതെല്ലാം ചെയ്യുന്നത്. പക്ഷേ MTV ആയിരുന്നു എല്ലാം ഒരുമിച്ച് വന്ന ഒരിടം. ഇതിൽ നിന്ന് മനസ്സിലാക്കാം, MTV വെറും ഒരു ചാനലായിരുന്നില്ല, അതൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. സംഗീതവും ഫാഷനും ജീവിതശൈലിയും ഒരുമിച്ച് സമ്മേളിച്ചിരുന്ന ഒരിടം. ആ ഒരിടമാണ് ചരിത്രത്തിന്റെ താളുകളിലേക്ക് മറയുന്നത്. MTVയുടെ അടച്ചുപൂട്ടലിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രേക്ഷകരുടെ സംഗീതാസ്വാദന രീതിയിൽ വന്ന സമൂലമായ മാറ്റമാണ്. 2000-ന് ശേഷമുള്ള ഡിജിറ്റൽ വിപ്ലവം TVയുടെ പ്രസക്തി കുറച്ചു. ഒരു സംഗീതപ്രേമി താൻ ഇഷ്ടപ്പെടുന്ന ഗാനം കേൾക്കാനോ കാണാനോ വേണ്ടി മണിക്കൂറുകളോളം MTVയുടെ മുന്നിൽ കാത്തിരിക്കണമായിരുന്നു. ആ കാത്തിരിപ്പിനൊരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഗാനം കേൾക്കണമെങ്കിൽ, ഒരു വീഡിയോ കാണണമെങ്കിൽ ആരും കാത്തിരിക്കുന്നില്ല. പ്രേക്ഷകർ അവരുടെ വിരൽത്തുമ്പിലാണ് സംഗീതം നിയന്ത്രിക്കുന്നത്. യൂട്യൂബ്, ടിക്ടോക്ക്, സ്പോട്ടിഫൈ, ആപ്പിൾ മ്യൂസിക് അതുപോലെയുള്ള സ്ട്രീമിംഗ് ആപ്ലിക്കേഷനുകളിലാണ് പുതിയ സംഗീതത്തിന്റെ കണ്ടെത്തലിനും ആസ്വാദനത്തിനും വേദിയാകുന്നത്. ഏതൊരു പാട്ടോ വീഡിയോയോ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും കാണാനും കേൾക്കാനും നമുക്ക് സാധിക്കുന്ന ഈ ഓൺ ഡിമാൻഡ് യുഗം TV ചാനലുകളുടെ കാഴ്ചക്കാരുടെ എണ്ണം കുത്തനെ ഇടിയാൻ കാരണമായി. ഒരു സംഗീത ചാനൽ എന്ന നിലയിൽ MTVക്ക് ഈ ആധുനിക പ്ലാറ്റ്ഫോമുകളുമായി മത്സരിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പരസ്യ വരുമാനം നേടുന്നതിലും ഉപയോക്താക്കളെ നിലനിർത്തുന്നതിലും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നു. MTV സംഗീത ചാനലുകളുടെ ഈ അടച്ചുപൂട്ടൽ ഒരു പ്രാദേശിക പ്രതിഭാസം മാത്രമല്ല, ഇത് MTVയുടെ ഉടമകളായ പാരമൗണ്ട് എന്ന കോർപ്പറേറ്റ് ഭീമൻ നടപ്പാക്കുന്ന ഒരു വലിയ ആഗോള പദ്ധതിയുടെ ഭാഗമാണ്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ലോകമെമ്പാടുമുള്ള പ്രവർത്തന ചെലവുകൾ $500 മില്യൺ കുറയ്ക്കാൻ പാരമൗണ്ട് ലക്ഷ്യമിടുന്നുണ്ട്. ബ്രോഡർ കോസ്റ്റ് കട്ടിംഗ് ഇനിഷ്യേറ്റീവ് എന്ന ഈ തന്ത്രത്തിന്റെ ഭാഗമായാണ് UK-യിലെ ചാനലുകൾ അടച്ചുപൂട്ടുന്നത്. ഇതിന്റെ സ്വാധീനം UK-യിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഓസ്ട്രേലിയ, പോളണ്ട്, ഫ്രാൻസ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലും സമാനമായ ചാനലുകളുടെ അടച്ചുപൂട്ടൽ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലാഭകരമല്ലാത്തതോ കുറഞ്ഞ കാഴ്ചക്കാരുള്ളതോ ആയ ചാനലുകളെ ഒഴിവാക്കി വരുമാന സാധ്യതയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കും പ്രധാന ചാനലുകളിലേക്കും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പാരമൗണ്ടിന്റെ കോർപ്പറേറ്റ് തീരുമാനമാണ് ഇത്. 5 സംഗീത ചാനലുകൾ അടച്ചുപൂട്ടുമ്പോൾ MTV HD എന്ന പ്രധാന ചാനൽ നിലനിർത്തുന്നത് എന്തിനാണ്? ഇതിന്റെ ഉത്തരം MTVയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ള ഉള്ളടക്കത്തിന്റെ മാറ്റത്തിലാണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ MTV തങ്ങളുടെ സംപ്രേഷണത്തിൽ നിന്ന് സംഗീത വീഡിയോകൾ കുറയ്ക്കുകയും പകരം റിയാലിറ്റി ഷോകൾ, യുവജനങ്ങളെ ആകർഷിക്കുന്ന പരമ്പരകൾ, ഡോക്യുമെന്ററികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തിരുന്നു. സംഗീതം പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിയപ്പോൾ TV ചാനലിൽ നിലനിൽക്കണമെങ്കിൽ തത്സമയം കാണേണ്ടതും
ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഉള്ളടക്കം നൽകേണ്ടത് അത്യാവശ്യമായി വന്നു. അമേരിക്കൻ MTVയുടെ മാതൃക പിന്തുടർന്ന ക്രിപ്സ്, പങ്ക്ഡ്, ജേഴ്സി ഷോർ തുടങ്ങിയ റിയാലിറ്റി ഷോകളിലൂടെയാണ് ചാനൽ കാഴ്ചക്കാരെ നിലനിർത്തിയത്. അതായത് MTVയുടെ പ്രധാന ചാനൽ ഇപ്പോൾ ഒരു സംഗീത ചാനൽ എന്നതിലുപരി ഒരു യുവജന വിനോദ ചാനലായി പരിണമിച്ചു കഴിഞ്ഞു. സംഗീതത്തിനായി മാത്രം നിലനിന്നിരുന്ന ഉപചാനലുകൾ അടച്ചുപൂട്ടുന്നത് ഈ മാറ്റത്തെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. MTV മ്യൂസിക് ചാനലുകളുടെ അടച്ചുപൂട്ടൽ കേവലം ഒരു ബിസിനസ് തീരുമാനമല്ല. അത് പഴയ മാധ്യമങ്ങളുടെ അന്ത്യത്തെയും പുതിയ ഡിജിറ്റൽ ഭീമന്മാരുടെ ആധിപത്യത്തെയും അടയാളപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഒരു കലാകാരനെ ലോകമെമ്പാടും പ്രശസ്തനാക്കാൻ ഒരു TV ചാനലിന്റെ ആവശ്യമില്ല. യൂട്യൂബിലെ ഒരു വൈറൽ വീഡിയോ മാത്രം മതി. ഈ മാറ്റം വലിയൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. 4 പതിറ്റാണ്ട് മുൻപ് റേഡിയോയെ കൊന്ന വീഡിയോ സ്റ്റാർ ഇന്ന് വീഡിയോയെ കൊന്നത് ആരാണ്? ഉത്തരം ലളിതമാണ്. അത് അൽഗോരിതമാണ്. യൂട്യൂബും ടിക്ടോക്കും നിർദ്ദേശിക്കുന്നതും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാവുന്നതുമായ ഉള്ളടക്കമാണ് ഇന്നത്തെ ഉപഭോക്താക്കൾക്ക് വേണ്ടത്. നിയന്ത്രണരഹിതമായ ഒരു ഓൺലൈൻ ലോകത്തേക്ക് സംഗീതം പറിച്ചു നടുമ്പോൾ ഒരുമിച്ചിരുന്ന് ഒരു കലാകാരനെ ആഘോഷിക്കുന്ന കൂട്ടായ്മകൾ ഓർമ്മ മാത്രമാകും. സംഗീത വ്യവസായത്തിന്റെ ദിശ മാറിയതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ അടച്ചുപൂട്ടൽ. ഇന്ത്യൻ മാധ്യമ ലോകത്തും പ്രാദേശിക ചാനലുകൾ സമാനമായ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഈ MTV മോഡൽ എല്ലാവർക്കും ഒരു പാഠമായിരിക്കും. ഈ മാറ്റങ്ങളെ നാം എങ്ങനെ സ്വീകരിക്കും? കാലം ഉത്തരം നൽകേണ്ട ചോദ്യമാണിത്.